എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊന്നിയരി കൊണ്ട് എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പൊന്നിയരി അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചതാണ്. പിന്നെ ഒരു 3 തക്കാളി, വലിയ തക്കാളി ആയിരിക്കണം, 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 എടുത്തോളൂ. പുതിന, മല്ലിയുടെ ഇല, മഷ്റൂംസ്, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ക്യാരറ്റ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചത്. 1 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ നെയ്യ് മാത്രം വേണമെങ്കിൽ ഒഴിക്കാം. ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്തിടാണ് കേട്ടോ. ഇനി 2 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 3-4 ഗ്രാമ്പു. ഇതൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഗ്രാമ്പു ഏലക്കായ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം കൂടി ചതച്ച് വെച്ചിരുന്നു കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം അത് ആഡ് ചെയ്യും. ഇത് പകുതി ഇട്ടിട്ടുള്ളൂ, പകുതി കുറച്ച് കഴിഞ്ഞിട്ടിടാം. പകുതി ഇട്ടതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 3 എടുത്തോളൂ. ഇതൊക്കെ ഒരു മീഡിയം സൈസാണ്. 2 സവാള നന്നായി വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴയണ വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് അത് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും ഇപ്പം ഇട്ട് കൊടുക്കാം. ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി 3 എണ്ണമാണ് ഞാൻ എടുത്തത്. 3 വലുതാണ്, ചെറുതാണെങ്കിൽ 4 എടുക്കണം കേട്ടോ. തക്കാളി നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും മഷ്റൂമും പൊട്ടറ്റോ ആണ് എടുത്തത്. നിങ്ങൾ വേണമെങ്കിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാം, പിന്നെ സോയ വേണമെങ്കിൽ അത് ഇടാം. അതൊക്കെ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ അവരുടെ ഇഷ്ടം. ഇനി പൊട്ടറ്റോ ഇടാം. ഞാൻ വലിയൊരു പൊട്ടറ്റാണ് എടുത്തത്. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തത്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മഷ്റൂംസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുള്ളൂ. ഇനി കുറച്ച് ഇത് കാശ്മീരി ചില്ലി കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ഗരം മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ എത്രയാണോ വെജിറ്റബിൾസും അരിയൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ മസാലകളൊക്കെ ഇടുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് പൊന്നിയരി അരമണിക്കൂർ മുമ്പ് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി കുതിർന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെള്ളം സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചു സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഈ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ അതിന് 2 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് എടുത്തുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അങ്ങനെ ഒഴിച്ചിട്ട് ഒരു 1/2 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവാൻ വയ്ക്കാം. വെള്ളം ഒഴിക്കണൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുതിന ഒരു പിടി പുതിന, ഒരു പിടി മല്ലിയില അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് ഡബിൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടുക, കൂടി പോകരുത്. വെള്ളത്തിൽ
എന്താ പറയുക അരിയിലേക്ക് പിടിക്കണം ഉപ്പ്. അപ്പോൾ കുറച്ച് നമ്മൾ ഇടുമ്പോൾ കുറച്ചൊരു പിഞ്ച് കൂടുതൽ ഇടണം. അപ്പോഴോ ചോറായി കഴിയുമ്പോൾ ആ ചോറിലേക്ക് ഉപ്പ് പിടിച്ചിട്ട് കറക്റ്റ് ആയിക്കോളും. ഉപ്പിട്ടതിന് ശേഷം എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട്, ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ തിള വരണം. ഇങ്ങനെ സൈഡ് ഇങ്ങനെ സെൻറ്ററിലോ സൈഡിലോ അങ്ങനെ തിള വന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് 4 വിസിൽ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എയർ മുഴുവനും പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ കുക്കറിൽ 4 വിസിൽ വന്നു, ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എയർ എല്ലാം പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ മിക്സ് ചെയ്യാനൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഞാൻ ഒഴിക്കുന്നുണ്ട്, ഇത് ഓപ്ഷണലാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, 4 വിസിൽ. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ ഫുള്ള് പോയിട്ട് തുറന്ന് നോക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ പൊന്നിയരി കൊണ്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസിന് പകരം ചിക്കൻ ഇട്ടാൽ മതി. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്